ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ, റാഹത്തല്ലേ? അപ്പോൾ ഞങ്ങളെ നാട്ടിലുള്ള ഓണാഘോഷത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓണഘോഷയാത്രേൻ്റെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നിലമ്പൂർ പൂക്കോട്ടുംപാടം തേൾപ്പാറ നടന്നിട്ടുള്ള ഓണാഘോഷ പരിപാടി കേട്ടോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നാട്ടുകാർ കൂടിയിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിക്ക് പങ്കെടുക്കുന്നത്. മനസ്സും വയറൊക്കെ നിറഞ്ഞിട്ടോ ഇങ്ങനൊരു പ്രോഗ്രാമിന് പങ്കെടുത്തപ്പോൾ ഒരു നാട്ടിലുള്ള രാഷ്ട്രീയം നോക്കാതെ മതം നോക്കാതെ എല്ലാവരും ഒന്നിച്ചിട്ടൊരു സ്ഥലത്ത് ഇങ്ങനെ ഓണം ആഘോഷിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം കേട്ടോ. അവിടെ ഇവർ ക്രിസ്മസ് വന്നാലും നോമ്പ് പെരുന്നാൾ വന്നാലും ഓണം വന്നാലും എല്ലാവരും ഒത്തൊരുമയിലാണ് കേട്ടോ. അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ വേണം നമ്മൾ മനുഷ്യർ എല്ലാവരും ഒന്നിൽ അവനവൻ്റെ വിശ്വാസത്തിൽ വിശ്വസിച്ച് ജീവിക്കുക. എന്നിട്ട് എല്ലാവരും ഒത്തുകൂടുന്ന വേദികളിലൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടും ഒരേ മനസ്സോടെ. ഇപ്പോൾ ഒരുപാട് റീലിലൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് നബിദിനും അതേപോലെ മാവേലിയും ഒക്കെ ഒരുമിച്ചൊരു വേദിയിൽ അല്ലേ. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരെ മാനിച്ചുകൊണ്ട് നമ്മളെ മതത്തിനെ ബഹുമാനിച്ച് ജീവിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറ്റം പറയാതെയും പരദൂഷണം പറയാതെയൊക്കെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എനിക്ക് ആകെയുള്ളൊരു വിഷമം വന്നു പറഞ്ഞാൽ നമുക്കൊരു ഫണ്ടോ അല്ലെങ്കിൽ ഓരോരു പ്രോഗ്രാമാകുമ്പോൾ അതിലേക്ക് നമ്മളെ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കുമ്പോഴും പരിപാടിയൊക്കെ പങ്കെടുക്കുമ്പോഴും അജീവി ആയിഷൊക്കെ ഒരുപാട് ഗെയിംസിൽ പങ്കെടുത്തിട്ടുണ്ട്. ജയിച്ചിട്ടൊന്നുമില്ലെങ്കിലും എല്ലാത്തിലൊന്നും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നിലമ്പൂരും പൂക്കോട്ടുംപാടത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു WCCൻ്റെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ അങ്ങനെ മുന്നേ എടുത്ത് വെച്ചതാണ്. എൻ്റെ ഫോണിൽ നെറ്റ് കുറവായതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെയാണ് നെറ്റ് നല്ല സ്ലോ ആണ്. 48 ഉറുപ്യ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 ദിവസം കിട്ടുള്ളൂ. അതിൽ ഒരു 6 GB ഉണ്ടാവുക. 48 ദിവസം 3 ദിവസത്തേക്ക് 6 GB. ഇപ്പോൾ നമ്മളൊക്കെ ഈ ഇതൊക്കെ ഉപയോഗിക്കണതിനോണ്ടേ ഒരുപാട് നെറ്റാവും. നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഒന്ന് ഓണാക്കിയാലോ എന്തെങ്കിലും ഇത് അപ്ലോഡ് ചെയ്യാനോ വേണം 1000 MB. അങ്ങനെ ഏതായാലും വണ്ടിയിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായിട്ട് സാമ്പാറും അവിയലും കൂട്ടുകറിയും ഒക്കെ കൂടെ കൂട്ടി ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഇരുന്നും കണ്ട ഞാനും കഴിക്കണേ. പായസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എല്ലാ വീഡിയോസും കൂടി ഒരു ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റ് ഇല്ലാത്തതിനോണ്ടാട്ടോ ഒക്കെ എല്ലാം ഇപ്പോൾ ഒരു ദിവസം തന്നെ ഞാൻ വോയിസ് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവിടെ ഫുഡ് ഉമ്മച്ചി പല ഫുഡുകളും ഉണ്ടാക്കുന്നതിനോണ്ട് പല വീഡിയോസും എടുക്കാൻ പറ്റും കേട്ടോ. ഏതായാലും നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് വരുമാനം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. അത് കിട്ടാൻ കാരണം നിങ്ങളുടെ ഓരോ ആളുകൾ കേട്ടോ. ഇപ്പോൾ ഓരോ ആൾക്കാരും നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ ആ പെണ്ണിൻ്റെ വീഡിയോ കാണണ്ട വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ 1000 2000 കാണുന്ന ആ ഒരു ഇതൊന്ന് കുറയും. പിന്നെ നിങ്ങൾ ഓരോ ആൾക്കാരും നമ്മളോട് ഇഷ്ടത്തോടാണ് വീഡിയോ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കണേ. ഇഷ്ടത്തോടെ ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ നാളെ ഞാൻ പറഞ്ഞു ഞങ്ങളെ ചാനലിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എല്ലാവരും ലൈക്ക് അടിക്കേണ്ടിയിരുന്നു. അങ്ങനെ 600 ചില്ലാൻ ആൾക്കാരാണെന്ന് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 600 ചില്ലാൻ ആൾക്കാർക്ക് ഒത്തിരി നമ്മളിഷ്ടമാണെന്ന് അറിയാം. 2000 ആൾക്കാർക്കും നമ്മളോട് ഇഷ്ടം ഉണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നണേ. ആരോ ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എടി പൊട്ടത്തിയെ എനിക്ക് എന്താണ് അങ്ങനെ തന്നെ അവിടെ പറഞ്ഞത്, എടി പൊട്ടത്തിയെ എന്നോട് ഈ 4000 ആൾക്കാർക്കും എന്നോട് ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എൻ്റെ വീഡിയോ കാണുന്നത്, എന്തെങ്കിലും കുറ്റോ കുറവോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഒരുവിധ ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ വാച്ച് ചെയ്യുന്നത് എനിക്ക് മക്കൾക്ക് ഒരു വരുമാനം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പേഴ്സണലായിട്ട് പറയലുണ്ട്, എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ചെയ്യാതെ തന്നെ
എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗം ആവാനൊക്കെ പഠിച്ചോൻ തൗഫീഖാക്കട്ടെ എന്നൊക്കെ അങ്ങനെ കേൾക്കുമ്പം തന്നെ നമുക്കുള്ള ഒരു മനസ്സിനൊരു സമാധാനം എന്താ അറിയോ. ഞാൻ ഓരോ പ്രാവശ്യവും വിചാരിക്കും കേട്ടോ, പഠിച്ചോനെ വലിയൊരു ബുദ്ധിമുട്ടില്ലാത്ത ജോലി. നമ്മളിപ്പോൾ ഒരു ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശനി ഞായർ ചിലപ്പോൾ വർക്ക് ഉണ്ടാവില്ല, ശനിയാഴ്ച വർക്ക് ഉണ്ടാവും, അതേപോലെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലൊക്കെ വർക്ക് ഉണ്ടാവും നമുക്ക്. അപ്പോൾ എനിക്ക് ഈ കുട്ടികളെ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടേച്ചിങ്ങാണ്ട് അങ്ങനെ പോകാനുള്ളൊരു ധൈര്യമില്ല. അതാണിപ്പോൾ ഞാൻ ഷോപ്പുകളിലൊക്കെ ജോലിക്ക് പോകാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പോൾ പോകാനും പറ്റാത്തതിൻ്റെ സാഹചര്യം അതാണ് കേട്ടോ. നമുക്ക് ആരും വിശ്വസിച്ച് ഇപ്പോൾ ഏൽപ്പിക്കാൻ പറ്റില്ല. രണ്ട് പെൺകുട്ടികളല്ല, ആൺകുട്ടികളെയും ഇപ്പോൾ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റില്ല. എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഇവരെ കാര്യത്തിൽ. കുറച്ചും കൂടി ഒരു പക്വത ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നോളി, എനിക്ക് പോയി വരാട്ടോ എന്ന് പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു ജീവിതത്തിൽ ഒരു മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ഒരു 2 വർഷം കൂടി കഴിയാതെ ഒന്നിനും ട്രൈ ചെയ്ത് നോക്കാനും കൂടി പറ്റില്ല കേട്ടോ. നമ്മളെ മാനസികാവസ്ഥ അങ്ങനെയാണ്. ഞാൻ ജോലി ചെയ്യാൻ പോവാൻ മടിയുള്ള ആളോ ജോലി ചെയ്യാത്ത ആളോ ഒന്നുമല്ല. ഞാൻ ഒരുപാട് ജോലികൾ ചെയ്തിട്ട് ഉള്ള ആളായതുകൊണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ആൾക്കാർക്കും അറിയാം ഞാൻ ഓരോ ജോലിക്ക് പോയതാണ്, പല ആൾക്കാരുടെ ഇടയിലും ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാട്ടോ അപ്പോൾ ഞാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവും ഇൻഷാ അള്ളാ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത എന്തെങ്കിലും ജോലി ഉണ്ടാവും. ഇപ്പോൾ ഈ ഡയമണ്ടിൻ്റെ പ്രൊഡക്റ്റ് വിൽക്കലും തേന് വിൽക്കലും ഒന്നും ഇപ്പോൾ നമുക്ക് വലിയ സക്സസ് ആവും തോന്നണില്ല. തേനൊക്കെ പിന്നെ എൻ്റെ അടുത്ത് ഇറക്കിയിട്ടിട്ട് ഞാൻ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, തേനാരെങ്കിലും വാങ്ങണം കേട്ടോ. അപ്പോൾ എന്താ അറിയില്ല, ചിലരൊക്കെ വാങ്ങിയവർ തന്നെ വീണ്ടും വീണ്ടും തേന് വാങ്ങുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ സൂചി നൂലും കോർക്കണ ഗെയിമൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് കോർത്ത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഓടി വന്നുങ്ങാണ്ട് അങ്ങനെ ജയിക്കണം കേട്ടോ. പിന്നെ ഫുട്ബോൾ അതിൻ്റെ ഉള്ളിലേക്കാക്കുക, അങ്ങനെ ഒരുപാട് ഗെയിം. ഇതിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്ത 2 ഗെയിമുകൾ ഏതാ അറിയോ? ഒന്ന് ഇഷ്ടിക കൈ താന്നു പോവാതെ കൈ ഇതാവാതെ 2 വിരലുകൊണ്ട് മാത്രം കുറേ നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതേപോലെ സുന്ദരിക്ക് പൊട്ടിടണം. സുന്ദരിക്ക് പൊട്ടിടണേ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലേ വല്ലാത്തൊരു കോമഡി ആയിരുന്നു അല്ലേ. ഇവിടെ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഈ ജനങ്ങളെ വോയിസ് ഒന്നും, നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ വോയിസ് ഒന്നും ഇതിൽ കേൾപ്പിക്കാത്തത്. നല്ല കോമഡി പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതിൽ. എന്ത് രസമാണ് അറിയോ ഇവരൊക്കെ സംസാരിക്കണോ, ഓരോ കമ്മ്യൂണിക്കേഷനൊക്കെ. പിന്നെ കുറച്ചും കൂടി ആൾക്കാരെ പരിചയമാവാനായിട്ടോ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോയപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ വന്നിട്ട് നോട്ടീസൊക്കെ തന്നിട്ടുണ്ടായിന്. 1 രൂപ പോലും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഇനി ഇൻഷാ അള്ളാ അടുത്ത പ്രാവശ്യമൊക്കെ വരെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം അല്ലേ. എല്ലാത്തിനും നബിദിനത്തിനും ഒക്കെ എല്ലാ കാര്യത്തിനും നബിദിനത്തിൻ്റെ ഭക്ഷണം ഉണ്ട് പറഞ്ഞിട്ട്, ഞങ്ങൾ എറണാകുളത്തല്ല ഉള്ളത്, അപ്പോൾ നബിദിനത്തിൻ്റെ ഫുഡ് ഉണ്ട് പറഞ്ഞിട്ട് നമ്മളെ മദ്രസയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എറണാകുളത്താണെന്ന് വോയിസ് മെസ്സേജ് അയക്കുകയാണ്. അങ്ങോട്ട് വിളിക്കാൻ നമുക്ക് സാധാ കോള് കിട്ടൂല. അപ്പോൾ നെറ്റ് ഞാൻ 48 ഉറുപ്പിക മാത്രമായിട്ട് കയറ്റി വെച്ചതാണ്. ഏതായാലും രാത്രി അപ്പോൾ അത് വോയിസ് കൊടുക്കണേ. അനിയത്തിൻ്റെ മോനുണ്ടായതുകൊണ്ട് തന്നെ ഒച്ചപ്പാടും ബഹളമൊക്കെയാണ്. അപ്പോൾ മോന് ഉറങ്ങാതെ അവിടുന്ന് വോയിസ് കൊടുക്കാനേ കഴിയൂല. എല്ലാ വോയിസും ഒറ്റയടിക്കാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് WCCന്ന് കിട്ടിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ചെയ്യണം. അതിനൊക്കെ ഒഴിഞ്ഞ് നിന്നും കണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാരുള്ള ഇതാട്ടോ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു 32 വയസ്സായി. ഞങ്ങളെ നാട്ടിലൊക്കെ ബാലസംഘത്തിൻ്റെ പരിപാടി ഉണ്ടാവലുണ്ട് കുട്ടികൾക്ക്. പിന്നെ എൻ്റെ ഇപ്പോഴുള്ള സമയത്തൊക്കെ ബാലസംഘത്തിൻ്റെ പരിപാടി വലിയ ആൾക്കാരെ നാടകമൊക്കെ ഉണ്ടാവലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ പോയതാണ്. പിന്നെ ഞാനിങ്ങനെ നാട്ടുകാർ ഒരുമിച്ചിട്ടുള്ള പ്രോഗ്രാമുകളൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളെ നാട്ടിൽ കല്യാണ വീടുകളിലൊക്കെയാണ്, എല്ലാവരും കല്യാണത്തിന് പോകുമ്പോഴാണ് നമ്മളെ നാട്ടുകാരെ കാണുക. പക്ഷേ ഇത് ഭയങ്കര സന്തോഷമായിട്ടോ. ഇങ്ങനെ ഒരു നാട്ടിലുള്ള ആൾക്കാർ ഓരോ പരിപാടി എനിക്ക് അത്ഭുതമായിട്ടാണ് ഞാൻ നോക്കിക്കൽ. ഓരോ ഉത്സവമായാലും ഇങ്ങനെ ഇപ്പോൾ ഓണാഘോഷമൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വല്ലാത്തൊരു സന്തോഷമാണ്.
സുന്ദരിക്ക് പൊട്ട് ഇടുന്ന ഫുള്ള് കോമഡി ആയിരുന്നു. ആ സുന്ദരീൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വേറെ ആരെങ്കിലും അടുത്തേക്ക് ഇങ്ങനെ പോവുക, എന്നിട്ട് ഓർക്ക് പോയി പൊട്ടിടാൻ വേണ്ടിയിട്ട് ഓര് നിന്ന് കൊടുക്കുക. അതാ ഒരുപാട് ചിരിച്ചിട്ടുണ്ടായിരുന്നു റബ്ബേ. നമ്മൾ പറയും ഒരുപാട് നമ്മൾ ചിരിച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കുറച്ച് കരയാനുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും അന്നത്തെ ദിവസം ഒരുപാട് ചിരിച്ചിട്ടുണ്ടെങ്കിലും കരയേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും സുന്ദരിക്ക് പൊട്ടിട്ട് കൊണ്ടിരിക്കുകയാണ്. അതിൽ 2 ആൾക്കാർ കറക്റ്റ് സുന്ദരിക്ക് പൊട്ട് ഇട്ടിട്ടോ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് കണ്ണ് കാണാതെയാണ് ഒരു പൊട്ട് തൊടുന്നത്. എന്നിട്ടും കറക്റ്റ് ആയിണ്ടേന്. പിന്നെ ഓരോരുത്തർക്കും പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ, സ്പോൺസറൊക്കെ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർ. അപ്പോൾ ജയിക്കണ ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്നവർക്കൊക്കെ പൈസ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സുന്ദരിക്ക് പൊട്ടിടൽ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇഷ്ടിക ഹോൾഡ് ചെയ്യുന്നുണ്ടായിന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബസ് വന്നപ്പോൾ ഞങ്ങൾ പോയി. ഞങ്ങൾ KSRTC ബസ്സും അതേപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, KSRTC ബസ് നമ്മൾ സാധാ നിലമ്പൂർ ബസ്സൊക്കെ കയറുന്ന തേൾപ്പാറ റൂട്ടിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് നടന്നാൽ മതി. ഞാൻ പലവട്ടം വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ തേൾപ്പാറ ഹോസ്പിറ്റൽ, അവിടുന്ന് കഴിഞ്ഞ് അങ്ങാടി ഒക്കെ. പിന്നെ ബിസ്മി വ്ളോഗിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവൂലേ. അങ്ങനെ അജുവക്കും ഐഷക്കൊക്കെ സുന്ദരിക്ക് പൊട്ടുവിടാൻ നല്ല ആഗ്രഹം ഉണ്ടേന്. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ പൊട്ടുവിടണ്ട പോരി. പിന്നെ അവർക്ക് ഈ ഗെയിമുകളെ കുറിച്ചിട്ട് വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരാട്ടോ. സ്കൂളിലാണെങ്കിലും ഇങ്ങനത്തെ ഗെയിംസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ സ്കൂളിലെ ഓണാഘോഷ പരിപാടിയിൽ സുന്ദരിക്ക് പൊട്ടിടുന്ന പരിപാടിക്കൊന്നും തോനെ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് ഗെയിമുകൾ, അതിൻ്റെ റൂൾസും കാര്യങ്ങളും ഒന്നും അവർക്ക് അറിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കണം. എന്നിട്ട് അവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതിനോണ്ട് ഓരിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കിയത് ഇങ്ങനെയല്ലേ അതങ്ങനെയല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടോ. അതിൻ്റെ ചെറിയ നീരസമൊക്കെ ഉണ്ടായിരുന്നു. ഗെയിം എന്താണെന്ന് ആദ്യം അറിയണ്ടേ, എന്നാലല്ലോ. ഇപ്പം എല്ലാവരും ബോർഡിൻ്റെ അടുത്തേക്കല്ല കേട്ടോ പോണത്, കുറച്ച് മാറിയിട്ടാണ് നടക്കുന്നത്. ആവി എടുക്കുകയാണ്. അപ്പം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയത് നിങ്ങളൊറ്റ ആൾക്കാർ കാരണമാണ്. ഇനിയും നിങ്ങളെ ഫ്രണ്ട്സുകളിലേക്കും സുഹൃത്തുക്കളിലേക്കൊക്കെ ഞങ്ങളെ വീഡിയോ എത്തിച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാവും. ഈ നാട്ടിലുള്ള എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പെർമിഷനോട് കൂടിയിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു, ലൈവ് ഇടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോൺ പിടിച്ചിരിക്കണില്ലേ, ഓരോ വ്ളോഗ് ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു യൂട്യൂബ് ചാനലിൽ. അതേപോലെ വീഡിയോ ഒക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അവരൊക്കെ. ഭയങ്കര സന്തോഷം കേട്ടോ. ഘോഷയാത്ര വീഡിയോ ചെയ്ത് നിങ്ങളെല്ലാവരും കണ്ടില്ല, അതുപോലെ തന്നെയാണ് കേട്ടോ അതും. എന്തായാലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഇവരെ ഫുഡ് ആരാ ഉണ്ടാക്കിയെന്നല്ല, എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇത് നുറുക്കാനും എല്ലാത്തിനും കൂടാനൊക്കെ. പക്ഷെ നമ്മളെ കൂടെ ആണുങ്ങളില്ലല്ലോ. രാത്രി ഇപ്പോൾ നമ്മൾ ആണുങ്ങളില്ലാതെ നമ്മളെ വീട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടല്ലേ. വീട്ടിലിപ്പോൾ ഒരു ആങ്ങളെ അനിയനോ ആരെങ്കിലുമൊക്കെ ആണുങ്ങളായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൺകുട്ടികളായിട്ടുള്ള മകനോ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിരുന്നു. എനിക്ക് 2 പെൺകുട്ടികളും ഞാനൊക്കെ രാത്രി പോയി കണ്ട് ഫുഡിന് സഹായിക്കാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ കൂടണം കേട്ടോ. അതൊക്കെയാണ് കൂടുതലായിട്ട് നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് അടുക്കാൻ നല്ലൊരിതാണ്. തിരുവാതിരൻ്റെ പാട്ട് വെച്ചില്ല എന്നൊക്കെ പരാതി ഉണ്ടായിരുന്നു കേട്ടോ. തിരുവാതിരൻ്റെ പാട്ട് വെക്കാൻ പറ്റൂല കേട്ടോ, കോപ്പിറൈറ്റ് വരും. അവരെന്നെ പാടിയതാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ വെക്കാം, പക്ഷെ അല്ലാതെ നമുക്ക് വെക്കാൻ പാടില്ല. വെച്ചാൽ അപ്പോൾ കോപ്പിറൈറ്റുകളാണ്. കോപ്പിറൈറ്റ് വന്നാൽ പിന്നെ നമുക്ക് വീഡിയോ നമ്മളെ ചാനലിൽ പൈസ കയറുന്നതല്ലേ, അപ്പോൾ അതൊന്നും പറ്റൂല. അല്ല അപ്പോൾ ആ നബിദിനത്തിൻ്റെ റാലിയിലും അങ്ങനെ തന്നെ കേട്ടോ സംഭവം. നമുക്ക് ആ വോയിസ് മാത്രമേ പറ്റുള്ളൂ. വീഡിയോയിൽ ഇനിയിപ്പോൾ മജ്‌ലിസുന്നൂറിന് പ്രശ്നം ഉണ്ടാവുമോ അറിയില്ല. നല്ല കഷ്ടപ്പെട്ട് വോയിസൊക്കെ കൊടുത്തതാണ്. ഇതൊക്കെ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യലെന്ന് എനിക്ക് തന്നെ അറിയില്ല. നീ വീട്ടിലെത്തണം. ഉമ്മച്ചി പറയുന്നുണ്ട് ശനിയാഴ്ച പോയാൽ മതി എന്നൊക്കെ. ഞാൻ എനിക്ക് വ്യാഴാഴ്ച പോകണം.
വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ പോകണം, എന്നാലേ ഉള്ളൂ വൈഫൈയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ ആ ഒരു 60-70 പോയിൻ്റ് കയറുന്നത് ഇല്ലാതാവും കേട്ടോ. $1 പോലും ചിലപ്പോൾ ഒരു വീഡിയോക്ക് കയറില്ല. മെനയാന്നിട്ട വീഡിയോസിന് ആകെ 58 പോയിൻ്റാണ്, വെറും പോയിൻ്റാണ് കയറിയിട്ടുള്ളത്. ആകെ 2000 ആൾക്കാർ കണ്ടിട്ടുള്ളൂ. 2000 ആൾക്കാർ കാണുമ്പോൾ അങ്ങനെ കയറുള്ളൂ. ഇൻഷാ അല്ലാഹ് 4000 ആൾക്കാർ കയറുമ്പോൾ $1 കയറും. അപ്പോൾ ഞാൻ പറഞ്ഞ ഇഷ്ടികേൻ്റെതാട്ടോ. ഒരുപാട് നേരം ഒരു ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആണുങ്ങളല്ലേ, അവർക്ക് കരുത്തുണ്ടാവുമല്ലോ. അങ്ങനെ ഒരുപാട് നേരം പിടിച്ച് ചിലരൊക്കെ എന്നിട്ട് കുറേ നേരം പിടിച്ചതിന് ശേഷം വിട്ടത്. ഈ ഒരു ഫോണ് ഞാൻ സ്പീഡ് കൂട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അത് നോർമൽ ഈ മത്സരത്തിൻ്റെ ടൈമാണ്. അപ്പോൾ ഓരോരുത്തർക്കും കൈ കൊയ്യലും ഇതാവലൊക്കെ തുടങ്ങി. അപ്പോൾ നീല ഷർട്ട് ഇട്ടുള്ള ഏട്ടനാണ് കേട്ടോ ഹോൾഡ് ചെയ്തിട്ട് ജയിച്ചത്. പിന്നെയും 2-3 ആൾക്കാർ ഇതിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലാരാ ജയിച്ചത് എനിക്കറിയില്ല. അപ്പോഴത്തേന് ഞങ്ങൾ ബസ് കയറിയിട്ട് പൂക്കോട്ടുംപാടത്തേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂക്കോട്ടുംപാടത്ത് എത്തിയപ്പോഴാണ് സബർമതി ഓഡിറ്റോറിയം എവിടെയാണ് എന്നൊക്കെ നമ്മളെ നാട്ടിലുള്ളവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും അൽഹംദുലില്ലാഹ് ഈ പരിപാടി ആയാലും WCCൻ്റെ അവാർഡ് ഫംഗ്ഷൻ ആയാലും ഒക്കെ റാഹത്താണ് കേട്ടോ. അപ്പം ഉമ്മാൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് നബിദിനത്തിൻ്റെ പരിപാടിയൊക്കെ എന്താ ഉഷാറായിരുന്നു. ഏതായാലും അതിനൊക്കെ പൈസ ചിലവാക്കിയവർക്കും ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെട്ടവർക്കൊക്കെ തൗഫീക്ക് കൊടുക്കട്ടെ എന്ന്. ആരൊക്കെ വീട്ടിൽ നബിദിനത്തിൻ്റെ പ്രോഗ്രാമിന് മഴ പെയ്തു അറിയില്ല കേട്ടോ. ഇവിടെ രാവിലെയൊക്കെ ചിണിങ്ങിയ മഴയായിരുന്നു. പക്ഷേ നബിദിന റാലി ഉഷാറായിട്ട് നടന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു മഴ പെയ്തു. പിന്നെ വൈകുന്നേരം കേട്ടോ അസലായിട്ടുള്ള മഴ പെയ്തത്. ഏതായാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല മഴ. ഇപ്പോൾ അടുത്ത പ്രാവശ്യം നല്ല മഴയിലേക്കാണ് കേട്ടോ നബിദിനം വരിക. ഇപ്പം ഈ പ്രാവശ്യം ഇപ്പോൾ ഈ സമയത്താണ് 25-നാണ് ഇപ്പം നബിദിനം നടന്നതിന് 15 ദിവസം മുന്നേക്കാണ് നടക്കുക. ഇനി ആഗസ്റ്റ് 5-നൊക്കെ ആയിരിക്കും അടുത്ത കൊല്ലം നബിദിനം ഉണ്ടാവുക. അപ്പോൾ പെരുമഴയത്തായിരിക്കും. അപ്പോൾ ഈ റാലിയൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ള അറിയില്ല. ഇതിങ്ങനെ 15 ദിവസം ഇതായി മുന്നേ ആയി ഇങ്ങനെ വരിക ഓരോ വർഷം. എൻ്റെ ഓർമ്മയിലൊന്നും ഞാൻ മദ്രസ പഠിക്കുമ്പോഴും നബിദിനം മഴയത്തുണ്ടായതായിട്ട് എനിക്ക് ഓർക്കണില്ല കേട്ടോ. അതേപോലെ നോമ്പൊക്കെ സ്കൂൾ പരീക്ഷയുള്ള സമയത്തൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ ഓർക്കണേ ഇല്ല. എത്ര ടൈമാണ് ഈ ഏട്ടൻ ഈ ഒരു ഇഷ്ടിക പിടിച്ച് നിന്നതെന്നുള്ളതൊന്ന് നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി. എത്ര മിനിറ്റോളം നിൽക്കണമെന്ന് നിങ്ങളെ ഫോണിൽ തന്നെ കൗണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ബസ് കയറിയിട്ട് 2ാമത്തെ ആൾക്കാർ മത്സരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല ഇവിടെയുള്ള ആൾക്കാർ ഇപ്പം ഞാനൊരു 8 മാസമായിട്ടുള്ളൂ തേൾപ്പാറക്ക് പോയിട്ട്. പക്ഷെ എല്ലാവരും കണ്ടാൽ ചിരിക്കും കേട്ടോ. എവിടെയൊക്കെ പോയി എന്താണെന്നൊക്കെ ചോദിക്കും നാട്ടുകാർ. അത്രയും സ്നേഹമുള്ളവരായിട്ടാണ്. അപ്പോൾ എല്ലാവരോടും വീണ്ടും ഹാപ്പി ഓണം കേട്ടോ. ഓണം കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും.